കൊന്നിച്ചോ മിനസാൻ നമ്മുടെ മിസ്റ്റ് മൈറ്റ് മഹയത്തിന്റെ സീസൺ 1ന്റെ എപ്പിസോഡ് 1ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഇതിനു മുമ്പിട്ട ഒരു വീഡിയോസും കാണണമെന്ന് ഒരു നിർബന്ധമില്ല. ഈ വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് പിന്നെ ഹൈപ്പും ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്താൽ മാത്രം മതി. മിസ്റ്റ് മൈറ്റ് മഹയം എന്ന സീരീസിന്റെ ആദ്യത്തെ എപ്പിസോഡാണ്, അതുകൊണ്ട് ഡയറക്റ്റ്ലി നിങ്ങൾക്ക് ഇവിടുന്ന് കണ്ടു പോകാവുന്നതേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം, ഈ സീരീസ് എന്ന് പറയുന്നത് ഒരു അടിപൊളി സീരീസാണ്. പേഴ്സണലി എനിക്ക് നാനോമിഷനൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സീരീസ് കൂടിയാണ് മിസ്റ്റ് മൈറ്റ് മഹ എന്ന് പറയുന്നത്. സോ ഒരു എപ്പിസോഡ് പോലും മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ പുതിയൊരു സീരീസ് തുടങ്ങുന്നുണ്ട്, ആ ഒരു ഫ്ലോ കിട്ടാത്തത് കൊണ്ടും ഇന്ന് ഞാൻ ഒരൊറ്റ ചാപ്റ്ററാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. കാര്യം ഈ ചാപ്റ്ററിന്റെ എൻഡിങ് നല്ലൊരു ക്ലിഫ് ഹാങ്ങർ ഉണ്ട്. അതേപോലെ തന്നെ ആ ഒരു ഫ്ലോയിലേക്ക് വന്നിട്ട് നമ്മൾ വീണ്ടും പഴയ പോലെ ആ ഒരു ട്രാക്കിലേക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ ഞാൻ പറഞ്ഞത് മറക്കണ്ട, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും. അപ്പോൾ മിസ്റ്റ് മൈറ്റ് മഹ എന്ന സീരീസിലെ മെയിൻ ക്യാരക്ടറിന്റെ പേരാണ് മൂക്ക് ഗ്യൂൻ വൂൺ, ആൽസോ നോൺ ആസ് ചിയോൺ മാ. അദ്ദേഹമാണ് ദ ഫസ്റ്റ് ഹെവൻലി ഡീമൻ. ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ നാനോമിഷന്റെ സീരീസിലെ ഇയോൺ ചിയോന്റെ ഒരു തലമൂത്തപ്പനായിട്ട് വരും. അത് മാത്രമല്ല, നമ്മുടെ നാനോമിഷൻ നടക്കുന്ന സമയത്ത് നിന്ന് 800 വർഷങ്ങൾക്ക് മുമ്പ് നടക്കുന്ന കഥയാണ് ഈ മിസ്റ്റ് മൈറ്റ് മഹ എന്ന് പറയുന്നത്. അങ്ങനെ ഈ എപ്പിസോഡ് തുടങ്ങാൻ നേരത്ത് ഒരു കിളവനെയാണ് കാണാൻ സാധിക്കുന്നത്. അതേമാട്ടെ മൂക്കിൽ നിന്നും വായിൽ നിന്നും ചോര തെറിപ്പിച്ചുകൊണ്ട് അവിടെ കിടക്കുകയായിരുന്നു. അതിനുശേഷമാണ് നമ്മുടെ നായകനുള്ള ചിയോൺ മായിനെ കാണാൻ സാധിക്കുന്നത്. എന്റെ അപ്പൂപ്പൻ മരണപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ശരീരം ആരോ പകുതിയായി മുറിച്ചു കളഞ്ഞിരിക്കുന്നു. ഇങ്ങനെയാണ് അദ്ദേഹം ഇവിടെ മരിക്കുന്നത്. പക്ഷേ കണ്ണുനീര് വരുന്നില്ല. എനിക്ക് സങ്കടമോ ഒന്നും തന്നെ തോന്നുന്നില്ല. പക്ഷേ അദ്ദേഹമായിരുന്നു എൻ്റെ ഒരേ ഒരു കുടുംബം. എന്നിട്ടും ഞാൻ ശരിക്കും മോശമായ ഒരു മനുഷ്യനാണല്ലേ. പിന്നെ നമ്മൾ കുറച്ച് പുറകിലേക്കാണ് പോകുന്നത്. അപ്പൂപ്പാ, ദേ ഇത് കണ്ടോ, ഇത് സ്പിരിറ്റ് കണക്ഷൻ ഹെർബാണ്. ഞാനിത് കണ്ടെത്തി. ഹോ, നീ ഇത് കണ്ടെത്തിയല്ലേ? അതെ, താങ്കൾ പറഞ്ഞ പോലെ ആ ഒരു കിഴക്കേ സൈഡിലേക്ക് പോയപ്പോഴാണ് ഇത് ഞാൻ കണ്ടെത്തിയത്. എന്തായാലും കൊള്ളാം. അത് കുറച്ച് വലുതല്ലേ, വിറ്റ് കഴിഞ്ഞാൽ ഒരു 5 രൂപയെങ്കിലും നമുക്ക് കിട്ടാതിരിക്കത്തില്ല. ആ, അതേപോലെ ഇത് കണ്ടെത്തിയപ്പോൾ അവിടെ ഒരു കുറുക്കിന്റെ കൂടുണ്ടായിരുന്നു കേട്ടോ. അതിനകത്ത് കുറച്ച് കുട്ടികളുള്ളായിരുന്നു, അമ്മയൊന്നും ഇല്ലായിരുന്നു. അല്ല, അപ്പൊ പിന്നെ നീ ആ കുട്ടികളെ കൊന്നു കളഞ്ഞോ? കൊന്നു കളയാനോ? ഞാൻ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു അമ്മ തിരിച്ചു വരാൻ നേരത്ത് അത് നിങ്ങൾക്ക് സങ്കടമാകത്തില്ലേ? ഹാ, അതെന്തായാലും നന്നായി. അപ്പോൾ നീ ഇതൊക്കെ കൊണ്ട് വെച്ചിട്ട് വാ, നമുക്കെന്തായാലും ആഹാരം കഴിക്കണ്ടേ? ഓക്കെ എന്നും പറഞ്ഞ് അവൻ അത് പോക്കിക്കൊണ്ട് പോവുകയും ചെയ്യും. പെട്ടെന്നാണ് അവൻ വിളിക്കുന്നത്. ജോങ്, നീ ഈ അപ്പൂപ്പന് ഒരു വാക്ക് തരുവോ? വാക്കോ? അതെന്താണ്? നിന്റെ യഥാർത്ഥ സ്വരൂപം നീ ആരെയും കാണിക്കത്തില്ലെന്ന്, അത് നീ മറച്ചു വെക്കുവെന്ന്. എന്നോട് ക്ഷമിക്കൂ അപ്പൂപ്പ, പക്ഷെ അത് പിന്നെ കാണിക്കുന്നത് അന്നേരെ മുന്നിലേക്ക് ഓടുന്നതാണ്. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു കൊയ്ത്തരുവാള് കൈകൊണ്ട് എടുക്കുകയും ചെയ്ത് എന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് ആ വാക്ക് പാലിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതിനുശേഷം കാണിക്കുന്നത് 800 വർഷങ്ങൾക്ക് മുമ്പുള്ള നമ്മുടെ സൊജാങ്ങിലെ ആ ഒരു കൺട്രിയാണ്. കുറച്ചു പേര് അവിടേക്ക് നടന്ന് വരികയായിരുന്നു. അത് മാത്രമല്ല, ആ ഒരു കാരേജിന്റെ അകത്ത് കുറച്ചു പേരെ പൂട്ടി ഇട്ടിട്ടുമുണ്ട്. നോക്കണേ നായ്കള്, എല്ലാം പെറ്റി ക്രിമിനൽസ് മാത്രമാണ്. ഇവന്മാരൊക്കെ എന്തിനാണ് ജീവിക്കുന്നത്? ചത്തു തൊലയാൻ മേലെ, ചാക്, എല്ലാം ചാകെന്ന് പറഞ്ഞ് അവിടെയുള്ള എല്ലാ ആൾക്കാരും അവിടെ കൂകുകയാണ്. ഇതേ സമയത്ത് ഇതെല്ലാം കണ്ടുകൊണ്ട് ഒരാൾ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ആ ടൈമിലാണ് പുറകിലുള്ളവർ പറയുന്നത്, എടാ അവന് നോക്കിയേ, അവനെ മാത്രം ഒരൊറ്റ കാരേജിൽ ഇട്ടിരിക്കുന്നു. അതെന്താണ്? എവിടെ? ഇല്ല, അവിടേക്ക് നോക്ക്. അങ്ങനെയാണ് അവനെ കാണുന്നത്. അവൻ ചെറുപ്പമാണ്, കണ്ടിട്ട് യങ് മസ്റ്ററിന്റെ അതേ പ്രായമാണെന്ന് തോന്നുന്നു. ഇതേ സമയത്താണ് ഒരാൾ അവിടേക്ക് വന്നിട്ട് പറയുന്നത്, നീ അവനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നതും വേണ്ട. സത്യം പറഞ്ഞ ആ കൂട്ടത്തിലെ ഏറ്റവും പ്രശ്നക്കാരൻ അതവനാണ്. ഹാ, അതെനിക്ക് തോന്നി. കാര്യം ഒറ്റക്കൊരു കാരേജിൽ കിടക്കണമെന്നുണ്ടെങ്കിൽ. പെട്ടെന്ന് അവൻ കൈ ഉയർത്തി ഒരു ഡ്രിങ്ക് ഓർഡർ ആയിട്ട് പറയുകയും ചെയ്യും. താങ്കൾക്ക് ഈ മുറിമിൽ നിന്നുള്ള ആൾക്കാരായതുകൊണ്ടാണ് ഇത് കണ്ട് പേടിക്കാത്തത്. പക്ഷേ ആ ഒരു കൊയ്ത്തരുവള കൊണ്ട് അവൻ എത്ര പേരാണ് കൊന്നെന്ന് അറിഞ്ഞാലുണ്ടല്ലോ, താങ്കളൊന്നും ഞെട്ടു. ഇപ്പൊ ആൾക്കാരെ വിളിക്കുന്നത് ആ ഒരു കൊയ്ത്തരുവൾ കൈ പിടിച്ചിട്ടിരിക്കുന്ന ഒരു ഡീമൻ എന്നാണ്. അപ്പൊ ഇത് മർഡർ മാത്രമാണ്. അയ്യോ, അങ്ങനെ പറയല്ലേ. ആ, പറഞ്ഞതുപോലെ താങ്കൾക്ക് എന്താണ് ചെയ്യേണ്ടത്? അത് റിക്വസ്റ്റ്. അത് എനിക്കൊരാളെ ആവശ്യമുണ്ട്. യങ് ആയിരിക്കണം. അത് മാത്രമല്ല, അവൻ മരിച്ചാലും ആർക്കും തന്നെ ഒരു ദോഷവും. പെട്ടെന്നാണ് അവനത് ശ്രദ്ധിക്കുന്നത്. നമ്മുടെ ചിയോൺമാരുടെ മുഖത്തേക്ക് ഒരു കല്ല് വന്ന് എറിഞ്ഞു. എന്നിട്ട് ഒരു ഞാൻ പറയും ചെയ്യും, നീയൊക്കെ ചാകേണ്ടവനാണ്, ചത്തു തൊലയടാ. ഈ ടൈമിൽ തന്നെ ആ ഒരു ബഹളം കേട്ട് അവർ നേരെ പുറത്തേക്ക് നോക്കിയപ്പോഴാണ് അവൻ അവന്റെ തല പതുക്കെ ഉയർത്തിയത്. അവന്റെ തല ചെറുതായിട്ട് പൊട്ടിയിട്ടുമുണ്ട്. എന്നാൽ അത് കണ്ടപ്പോ അവനൊന്ന് ഞെട്ടി. കാര്യം പിന്നെയാണ് ചിയോൺമാന്റെ മുഖം അവൻ ശ്രദ്ധിച്ചത്. അല്ലേ, അവന്റെ മുഖം നോക്കിയേ, എന്ത് രസമാണ്. ഈ ഒരു മുഖം കൊണ്ട് എത്ര പേരാണ് അവൻ കൊന്നത്. പെട്ടെന്ന് അവൻ എണീറ്റിട്ട് പറയും ചെയ്യും, എനിക്ക് തൽക്കാലം ഇനി റിക്വസ്റ്റ് ഒന്നുമില്ല.
ഏ അപ്പൊ പിന്നെ നീ എന്തിനാണ് എന്നെ വിളിച്ചത്? പക്ഷേ അവനൊന്നും തന്നെ മിണ്ടില്ല. നേരെ നിലത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങി വന്നു. എന്നിട്ട് ആ കാരേജിന്റെ സൈഡിൽ കൂടെ പുറകിലേക്ക് പോയിട്ട് പറയുകയും ചെയ്യും, കണ്ടുപിടിച്ചു, നീയാണ് പെർഫെക്റ്റ് ആയുള്ള ഒരു കാൻഡിഡേറ്റ്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ ഗോൾഡൻ ജെയ്ഡ് ഹാളാണ്, സൊജാങ്ങിലെ കൺട്രിയിലെ. ഈ സമയത്ത് അവിടെ ആ ജയിലിനകത്ത് അവിടെ പെട്രോളിംഗ് ഒക്കെ നടപ്പുണ്ട്. ഇതേ സമയത്ത് ചിയോൺമ കിടക്കുന്ന ആ ഒരു ജയിലിന്റെ മുമ്പിൽ രണ്ടുപേര് ഗാർഡായിട്ടും നിപ്പുണ്ടായിരുന്നു. ഞാൻ ശരിക്കും റാഷായിട്ട് പെരുമാറി. ആ ഒരു നാറി, നീ ശരിക്കും ഇംപ്രസീവ് ആണല്ലോ. ഞാൻ ആലോചിക്കുമായിരുന്നു എന്നെ ആരാണ് ഫോളോ ചെയ്തതെന്ന്. പക്ഷേ ആര് കണ്ട് അത് നിന്നെപ്പോലത്തെ ഒരു കൊച്ചു കുട്ടിയാണെന്ന്. അവൻ അവൻ ശരിക്കും ഒരു മോൺസ്റ്റർ ആയിരുന്നു. എന്റെ അപ്പൂപ്പനെ കൊന്ന ആളെ ഞാൻ കണ്ടെത്തി. എന്റെ കൺമുമ്പിൽ കിട്ടി, എന്റെ കൈയുടെ തുമ്പത്ത് കിട്ടി. പക്ഷേ അവൻ മറ്റുള്ളവരെ വെച്ച് നോക്കാൻ നിർത്ത് ശരിക്കും ഡിഫറൻ്റ് ആയിരുന്നു. എല്ലാവരിൽ നിന്നും വ്യത്യസ്തൻ. എനിക്കൊന്നും തന്നെ അല്ല, ഇനി ഞാൻ അവൻ്റെ മുമ്പിൽ ചെന്നാലും എനിക്കൊന്നും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാര്യം അവനെ കൊല്ലാൻ എനിക്കൊരു മാർഗവും തന്നെ മാർഷ്യൽ ആർട്സ്. ശരിയാണ്, ഞാൻ മാർഷ്യൽ ആർട്സ് പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് അവനെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റിയേക്കും. പക്ഷേ എനിക്കതിനൊരു ചാൻസ് കിട്ടുമോ? അല്ല, ഇവിടുന്ന് രക്ഷപ്പെടാൻ എനിക്കൊരു ചാൻസ്, ഒരു സെക്കൻഡ് ചാൻസ്. പെട്ടെന്നാണ് ഒരു സ്മോക്ക് അവിടേക്ക് വന്നത്. അവനത് കണ്ട് ഒന്ന് ഞെട്ടുകയും ചെയ്തു. അല്ല, സ്മോക്കോ? ഇവിടെ തീപിടുത്തം ഉണ്ടായോ? അല്ല, ഇത് ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു സ്മെല്ലാണ്. അത് മാത്രമല്ല, ഈ സ്മെല്ല് ഞാൻ ഇതിനു മുമ്പ് ഗ്രാൻഡ് ഫാദറിൻ്റെ കൂടെ ജീവിച്ചുകൊണ്ട് എനിക്ക് ഇതൊക്കെ അറിയാം. ലിസാറിൻ്റെ ടൈല്, പർപ്പിൾ പാർസിൻ, വാലേറിയൻ റൂട്ട്. ഇതേ സമയത്ത് അവിടെയുള്ള ഗാർഡ്സ് ഒക്കെ പതുക്കെ മയങ്ങാനായിട്ട് തുടങ്ങി. അവർ നേരെ നിലത്തേക്ക് വീണു. ബെർത്ത് റൂട്ട്, ഇത് സ്ലീപ്പ് അറോമയാണ്. ആ സമയത്ത് ആ ജയിലിലുണ്ടായിരുന്ന കുറ്റവാളികളും എല്ലാവരും തന്നെ ഉറങ്ങി നിലത്തേക്ക് വീണു. പതുക്കെ നമ്മുടെ ചിയോൺമായുടെ ബോധവും നഷ്ടപ്പെട്ടു. അവനും അങ്ങോട്ട് ഉറങ്ങിപ്പോയി. അതേ സമയത്താണ് ആ ഒരു കതക് തുറന്ന് ഒരാൾ പുറത്തേക്ക് നടന്ന് വന്നത്. അവനാട്ടെ ചിയോൺമായുടെ തൊട്ട് മുമ്പിൽ നിന്നു. അത് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു വ്യക്തിയായിരുന്നു. അവനെൻ്റെ കൈ ഉയർത്തിട്ട് ചിയോൺമായുടെ കാലിലുണ്ടായിരുന്ന ആ ഒരു ചങ്ങലയൊക്കെ റിലീസ് ചെയ്തു. പക്ഷേ പെട്ടെന്നാണ് അവൻ ഞെട്ടിയത്. കാര്യം, ചിയോൺമ ഉറങ്ങിയില്ലായിരുന്നു. അടുത്ത സെക്കൻഡ് തന്നെ ചാടി ഒരു അറ്റാക്ക് ചെയ്തു. നീ എഴുന്നേറ്റില്ലേ? പക്ഷേ അവനൊന്ന് പറയുന്നതിന് മുമ്പ് തന്നെ അവൻ നേരെ പുറത്തേക്കെടുത്ത് ഓടി. എനിക്കറിഞ്ഞൂടെ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്. പക്ഷേ ഇതെനിക്ക് കിട്ടിയ ഒരു ചാൻസ് തന്നെയാണ്. അവനുണ്ടാക്കിയ ആ ഒരു സ്ലീപ്പ് അറോമ ശരിക്കും മോശമായ അവസ്ഥയിലായതുകൊണ്ട് മാത്രമാണ് എനിക്ക്. എന്നാൽ പെട്ടെന്നാണ് അവൻ ഞെട്ടിയത്. അവൻ ഓടുന്ന വഴി പുറകിലേക്ക് കുറച്ച് അറ്റാക്കുകൾ വന്ന് വീണു. ഞാൻ നിന്റെ പ്രഷർ പോയിന്റ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി നിനക്കനങ്ങാൻ. അല്ല, ഇവനെപ്പോഴാണ് എൻ്റെ അടുത്തേക്ക്? അത് അത് മാർഷൽ ആർട്സ് ആണോ? അടുത്ത സെക്കൻഡിൽ അവനെ വലിച്ച് ആ ഒരു ഭിത്തിയിലേക്ക് എറിഞ്ഞു. നാശ, ഒരു മാർഷൽ ആർട്ടിസ്റ്റ്. ഇവനാണ് എൻ്റെ അപ്പൂപ്പനെ? ഹേയല്ല, ഇവരുടെ അപ്പിയറൻസ് മാത്രമാണ് സെയിം. അവൻ്റെ കണ്ണിൻ്റെ അവിടെ ഒരു സ്കാർ ഉണ്ടായിരുന്നു. ഗാഡ് കാം, ഇതാണോ അവൻ? യങ് മാസ്റ്റർ, ഞാൻ താങ്കളോട് പറഞ്ഞിരുന്നില്ല പുറത്തു നിന്നാൽ മതിയെന്ന്. കുഴപ്പമില്ല, ഞാൻ എന്തായാലും ഒരു ജയില് നേരിട്ട് കണ്ടിട്ടില്ല. ഇത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പക്ഷെ ഇവിടുത്തെ ദുർഗന്ധം അത് സഹിക്കാൻ മേല. അവനെ എണീപ്പിച്ച് അവിടെ ഇരിക്കാൻ നോക്ക്. പിന്നെ ഒരു ചെയറും കൂടെ കൊണ്ടുപോവാ. യെസ് യങ് മാസ്റ്റർ. എന്നിട്ട് അവനെ പതുക്കെ മുടിയെ പിടിച്ച് പൊക്കി അവിടെ ഇരുത്തുന്നുണ്ട്. നീ പറഞ്ഞത് ശരിയാണ് കേട്ടോ, ഇവനെ കാണാൻ എന്നെപ്പോലെ. അപ്പോഴാണ് ചിയോൺ ശരിക്കും ഞെട്ടിയത്. കാര്യം, അവന്റെ മുമ്പിൽ നിൽക്കുന്നയാള് കറക്റ്റ് അവനെ പോലെ തന്നെയായിരുന്നു. ഞാൻ തേടി നടന്നത് എനിക്ക് പകരമാകാൻ ഒരാളായിരുന്നു. പക്ഷെ എന്റെ മുഖച്ഛായയുള്ള ഒരാളെ തന്നെ കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും. ഇത് വിധിയായിരിക്കും. നീ കംപ്ലീറ്റ്ലി സർപ്രൈസ്ഡ് ആണല്ലോ. ആ സമയത്ത് ചിയോൺ ഞെട്ടിത്തെരിച്ചിരിക്കുവാണ്. ഞാൻ കേട്ടു നീ തൂക്കുയറിനു വേണ്ടി ഇവിടെ കിടക്കുകയാണെന്ന്. 2 ദിവസത്തിനുള്ളിൽ അത് നടക്കുകയും ചെയ്യും. അതെ. നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ലൈഫ് എന്ന് പറയുന്നത് എന്തൊരു അൺഫെയർ ഉള്ള കാര്യമാണല്ലേ. നമുക്ക് രണ്ടുപേർക്കും ഒരേ മുഖച്ഛായയാണ്. ഞാനൊരു യങ് മാസ്റ്ററായിട്ട് ജീവിക്കുന്നു, നീയായിട്ട് ദേ മരണം കാത്ത് ഇവിടെ നിൽക്കുന്നു. ആ സമയത്ത് ചിയോൺമ ഒന്നും തന്നെ മിണ്ടുന്നില്ല. പക്ഷേ ഞാൻ നിനക്കൊരു അവസരം തരാനായിട്ട് പോകുകയാണ്. ഒരു റെയർ ആയുള്ള അവസരം. ദ ഗ്രേറ്റ് മോങ്ക് സോട്ട് മാനറിലെ 3rd യങ് മാസ്റ്ററുള്ള മോങ്ക് ഗ്യോങ് വൂ ആകാനുള്ള ഒരു അവസരം. എന്ത്, ഒരു ചാൻസോ? നീ പേടിക്കണ്ട, വലിയ കാര്യമൊന്നുമില്ല. രുചികരമായ ഭക്ഷണം കിട്ടും, സുന്ദരിമാരായ സെർവൻസിനെ കിട്ടും, കംഫർട്ടബിൾ ആയുള്ള ഒരു കിടപ്പുമുറി കിട്ടും. അതിലുപരി നിനക്കെല്ലാം തന്നെ സുഖമായി എൻജോയ് ചെയ്യാൻ സാധിക്കും. കാര്യം കഴിയാൻ നേരത്ത് നീ ഫ്രീ ഉള്ള ഒരു മനുഷ്യൻ തന്നെയാണ്. നിനക്ക് എവിടേക്ക് വേണമെങ്കിലും എപ്പം വേണമെങ്കിലും പോകാം. നിനക്ക് അതിനുള്ള പണവും ഞാൻ നൽകും. അപ്പോ നീ റെഡിയാണെന്നുണ്ടെങ്കിൽ ഇത് കഴിക്കുകയല്ലേ? അല്ല, ഇത് പോയ്സൺ ആണോ? നീ എന്താണ് വിചാരിച്ചത്? നിന്നെ പോലുള്ള കുറ്റവാളിനെ ഞങ്ങൾ കണ്ണും പൂട്ടി അങ്ങോട്ട് വിശ്വസിക്കണമെന്നോ?
നിനക്ക് കിട്ടിയത് ഒരു ചാൻസ് ആണ്. നിന്റെ ജോബ് കഴിഞ്ഞ ഉടനെ നിനക്ക് വേണ്ടിയുള്ള ആന്റിഡോട്ട് ഞാൻ തരും. അതുകൊണ്ട് മര്യാദക്ക്. അപ്പപ്പാ, എനിക്കറിഞ്ഞൂടാ. പക്ഷേ എൻ്റെ കൺമുമ്പിലേക്ക് രണ്ടാമതൊരു ചാൻസ് ആണ് വന്നിരിക്കുന്നത്. അവനൊന്നും ആലോചിച്ചില്ല. നേരെ വാ പൊളിച്ച് അത് മേടിച്ച് ചവച്ചരച്ച് കഴിക്കുകയും ചെയ്യും. ഇതെല്ലാം കാണാൻ നേരത്ത് മോക്ക് ചിരിച്ചോണ്ട് അവിടെ നിപ്പോണ്ട്. പക്ഷേ ചിയോൺമയുടെ കംപ്ലീറ്റ്ലി സീരിയസ് ആയിരുന്നു. എന്നിട്ട് ചോദിക്കുകയും ചെയ്യും, അപ്പോ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? വയസ്സുള്ള ചോയ്സ് തന്നെയാണ് നീ എടുത്തിരിക്കുന്നത്. ഗാഡ് കാം അവന്റെ പ്രഷർ പോയിന്റ് ഒക്കെ അൺസീൽ ചെയ്തേക്ക്. പിന്നെ അവന്റെ കയ്യിലെ കെട്ട് അഴിച്ചു വിട്. യെസ് യങ് മാസ്റ്റർ. അതിനുശേഷം അവന്റെ ആ ഒരു പ്രഷർ പോയിന്റ് ഒക്കെ അവൻ റിലീസ് ചെയ്തു. കയ്യിലെ ആ ഒരു ചങ്ങലയും അഴിച്ചു മാറ്റി. ആ സമയത്താണ് അവന് കുറച്ച് ആശ്വാസമായത്. യങ് മാസ്റ്റർ, ഞാൻ മുന്നിൽ നടക്കാം, താങ്കൾ പിന്നിൽ വന്നാൽ മതി. ഓൾ റൈറ്റ്, നീ എന്തായാലും എന്റെ മുമ്പിൽ നടന്നോളൂ. അതിനുശേഷം ഗാഡ് കാമാട്ടെ നേരെ പുറത്തേക്ക് നടന്നു. എന്നിട്ട് പറയും ചെയ്യും, കണ്ടിട്ട് ഇവിടെ ആരും തന്നെയില്ല, നമ്മൾ ക്ലിയർ ആണ്. പതുക്കെ എന്റെ പുറകെ. പെട്ടെന്നാണ് ഒരു ശബ്ദം കേട്ടത്. എന്തോ ഒടിയുന്ന പോലെ. അവൻ തിരിഞ്ഞു നോക്കിയപ്പോ കണ്ട കാഴ്ചയെന്ന് പറയുന്നത് മോക്കിന്റെ തല അവൻ തിരിച്ച് ഒടിച്ചു വെച്ചിരിക്കുന്നതാണ്. അവന്റെ പെടലി പിടിച്ച് തിരിച്ച് കളഞ്ഞിരുന്നു. ഇത് കണ്ടപ്പോ തന്നെ അവൻ ശരിക്കും ഞെട്ടി. നീ നീ എന്താണ്? ഉപ്സ്, ഗാഡ് കാം. എന്ത് ചെയ്യാനാ? ഫേക്കാളുള്ള മോങ്കിവിടെ മരണപ്പെട്ടില്ലേ? ഗൈസ്, അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ മിസ്റ്റ് മൈറ്റ് എന്ന് പറഞ്ഞ ഒരു പുതിയൊരു സീരീസ് ആണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. അതുകൊണ്ട് ആ ഒരു ഫ്ലോ കിട്ടാൻ വേണ്ടിയാണ് സ്ലോ സ്റ്റാർട്ടിൽ കൂടെ അങ്ങോട്ട് കയറുന്നത്. ഇനി അങ്ങോട്ട് അടിപൊളി ചാപ്റ്റേഴ്സും അടിപൊളി എപ്പിസോഡ്സ് ആയിരിക്കും നിങ്ങളെ കാത്തിരിക്കാനായിട്ട് പോകുന്നത്.